ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 43. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലുമഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീല, ആകൃതി ഫലാഗ്രഹമാറ്ററിഞ്ഞിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 43. പ്രകൃതി പിടിച്ച് ചുഴറ്റുന്നതനുസരിച്ച് സുകൃതികൾ എന്ന് വിളിക്കപ്പെടുന്നവർ പോലും നിസ്സഹായരായി ചുറ്റിപ്പോകുന്നുവല്ലോ. പ്രകൃതിക്ക് സഹജമായ വികാരങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിനായി അതേ വികാരങ്ങളുടെ ഭാഗം തന്നെയായ പ്രയത്നങ്ങൾ കൂടുതൽ ചെയ്യുകയല്ല വേണ്ടത്. ആ മോചനം ലഭിക്കുന്നതിനാവശ്യമായ ആ കർമ്മഫലത്തിൽ ആഗ്രഹമില്ലാതെയുള്ള സ്വാഭാവിക വൃത്തികൾ മാത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. പ്രവൃത്തി കർമ്മമായി തീരുന്നത് 2 പ്രത്യേകതകൾ ഉള്ളപ്പോഴാണ്. ഒന്ന്, അത് ചെയ്യുന്ന ആളിന് കർത്തൃത്വഭാവം ഉണ്ടായിരിക്കണം, അതായത് ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന ഭാവം. രണ്ടാമതായി, ഫലത്തെപ്പറ്റിയുള്ള വിചാരവും ഉണ്ടായിരിക്കണം. നാം സ്വാഭാവികമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രകൃതിയുമായുള്ള നമ്മുടെ ഭാഗഭാഗ്യത്വം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ ഞാൻ ഇത് ചെയ്യുന്നു എന്ന ഭാവം ഉണ്ടാവുകയില്ല. മറിച്ച് പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത്, ഞാനും അതിൻ്റെ ഒരു ഭാഗം എന്ന മനോഭാവം ഉള്ളിലുറയ്ക്കും. അപ്പോൾ കർത്തൃത്വം ഒഴിഞ്ഞു പോകും. കർത്തൃത്വം ഇല്ലാത്തപ്പോൾ കർമ്മം അകർമ്മമായി തീരുകയും ചെയ്യും. കർത്തൃത്വം ഉള്ളപ്പോഴാണ് ഈ കർമ്മത്തിന് ഇന്ന് ഫലം വേണം, അത് എന്റേതായിരിക്കണം എന്നുള്ള ഫലാഗ്രഹം ഉണ്ടാകുന്നത്. കർത്തൃത്വം ഇല്ലാതായി തീരുന്നതോടൊപ്പം ഫലാഗ്രഹവും ഒഴിയുന്നു. ഈ കർമ്മം എന്റേതാണ്, അതിൻ്റെ ഫലവും എന്റേതായിരിക്കും എന്ന് കരുതുന്നതിനെയാണ് കർമ്മബന്ധം എന്ന് പറയുന്നത്. കർത്തൃത്വവും ഫലാഗ്രഹവും ഇല്ലാതാകുമ്പോൾ കർമ്മബന്ധവും ഇല്ലാതാകുന്നു. അതാണ് മുക്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.